കത്തോലിക്ക സഭ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. നമ്മുടെ നാട്ടിൽ സിറോ മലങ്കര ലത്തീൻ സഭ തുടങ്ങി 3 സഭകളാണ് മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നത്. അതിൽ തന്നെ നമുക്കറിയാം സിറോ മലങ്കര സഭകൾ കേരളത്തിൽ രൂപം കൊണ്ടവയാണ്. ഇന്ന് രാജ്യത്തിന് പുറത്തേക്കും ഈ പാരമ്പര്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഉത്ഭവം കേരളത്തിലാണ്. പ്രധാനമായും ഈ 3 സഭകളാണ് കത്തോലിക്ക സഭയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പാരമ്പര്യങ്ങളും പരസ്പരം ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു. അതുപോലെ ഏത് പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കുവാനും ഈ പാരമ്പര്യം പിന്തുടരുന്നവർക്ക് പരസ്പരം മടിയില്ല എന്നുള്ളതാണ്. അവർ അന്യോന്യം സഹായിക്കുന്നു. ഓരോ പാരമ്പര്യങ്ങളെയും അവരുടെ വളർച്ചയും ക്രിസ്തുവിലേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പരസ്പരം നോക്കിക്കാണുന്നു. അങ്ങനെ എല്ലാവരും ഒരുപോലെ നോക്കിക്കണ്ട ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നെയ്യാറ്റിൻകര കോ-ആഡ്യൂറ്റർ ബിഷപ്പായി ബിഷപ്പ് ഡി സെൽവരാജൻ സ്ഥാനമേൽക്കുന്നത്. നമുക്കറിയാം നെയ്യാറ്റിൻകര രൂപത എന്നാൽ ലത്തീൻ രൂപതയാണ്. കേരളത്തിലെ ലത്തീൻ സഭ കേരള റീജിയണൽ ലാറ്റിൻ കത്തോലിക് കോൺഫറൻസിന്റെ കീഴിലാണ്. ഇവിടെ പ്രധാനമായും ലത്തീൻ സഭയ്ക്ക് 2 പ്രൊവിൻസുകളാണുള്ളത്. ഒന്ന് വരാപ്പുഴ, രണ്ടാമത്തേത് ട്രിവാൻഡ്രം. ആലപ്പുഴ തുടങ്ങി ആലപ്പുഴ, കൊല്ലം, പുനലൂർ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ഇവയെല്ലാം തിരുവനന്തപുരം പ്രൊവിൻസിന്റെ ഭാഗമാണ്. ബാക്കി വടക്കോട്ടുള്ള രൂപതകൾ വിജയപുരം, കോട്ടപ്പുറം, കാലിക്കറ്റ്, കൊച്ചി, കണ്ണൂർ, സുൽത്താൻപേട്ട ഇവയെല്ലാം വരാപ്പുഴയുടേതാണ്. തിരുവനന്തപുരം പ്രൊവിൻസിന്റെ ഭാഗമായ നെയ്യാറ്റിൻകര രൂപതയിലാണ് കോ-ആഡ്യൂറ്റർ ബിഷപ്പായി സഹായമെത്രാനായി ഇന്നലെ ഡി സെൽവരാജൻ ബിഷപ്പ് സ്ഥാനമേൽക്കുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകര രൂപതയുടെ ബിഷപ്പ് സ്ഥാനത്തുള്ളത് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലാണ്. ലത്തീൻ രൂപതകളിൽ മാത്രമല്ല സിറോ മലങ്കര തുടങ്ങിയ സഭകളിലും ഡി സെൽവരാജൻ ബിഷപ്പും നെയ്യാറ്റിൻകര രൂപതയും ഒക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. അദ്ദേഹത്തിന്റെ പേര് സെൽവരാജൻ ദാസൻ എന്നാണ്. ഈ ദാസൻ എന്നുള്ളതാണ് പേരിന് തൊട്ടു മുമ്പുള്ള ഡി സൂചിപ്പിക്കുന്നത്. 63-കാരനായി മെത്രാൻ തിരുവനന്തപുരത്തെ വലിയ വിളയിലാണ് ജനിച്ചത്. 2 സഹോദരന്മാരും 3 സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തിലെ 6 മക്കളിൽ ഒരാൾ. അതുപോലെ ഇതിലൊരു സഹോദരൻ നെയ്യാറ്റിൻകര രൂപതയുടെ ആനിമേറ്റർ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സിൽവസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിരൂപതയുടെ സഹായമെത്രാനായി സ്വന്തം സഹോദരൻ സ്ഥാനമേൽക്കുന്നത് ഏറെ സന്തോഷത്തോടെ ഒപ്പം അഭിമാനത്തോടെയുമാണ് ആ സഹോദരനും അദ്ദേഹം അടങ്ങുന്ന അവരുടെ കുടുംബവും നോക്കിക്കാണുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. തങ്ങളുടെ സഹോദരനെ ദൈവത്തിന്റെ പുരോഹിതനായി ഉയർത്തിയതും കൂടെ അനുഗ്രഹിച്ച് പരിപാലിക്കുന്നതും ആ കുടുംബത്തിന് ഏറെ അഭിമാനമുള്ള കാര്യമാണ്, സന്തോഷമാണ്. സൂസോപ്പാക്കിം പിതാവ്, തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത ആയിരുന്ന സൂസോപ്പാക്കിം പിതാവ് സെൽവരാജൻ ബിഷപ്പിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അച്ഛൻ്റെ വൈദിക വൃത്തിയിൽ സെൽവരാജൻ ബിഷപ്പിന്റെ ഇടവകയിലും സേവനം ചെയ്തിട്ടുണ്ട്. ആ സമയം ഇദ്ദേഹത്തിന്റെ അപ്പൻ പള്ളിയിലെ കപ്പിയറായിരുന്നു. അന്ന് മുതൽ ആ കുടുംബത്തെ സൂസോപ്പാക്കിം പിതാവിനെ വളരെ അടുത്തറിയാം. അതുപോലെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുവാനും എതിരഭിപ്രായക്കാരായിട്ടുള്ള 2-3 ഗ്രൂപ്പുകളെ ഒരുമിച്ച് നിർത്തുവാനും ഒക്കെയുള്ള സെൽവരാജൻ പിതാവിന്റെ പ്രത്യേക കഴിവും സൂസോപ്പാക്കിം പിതാവ് ഓർമ്മിപ്പിച്ച് പറഞ്ഞു. ഒത്തിരി എളിമയുള്ള അതുപോലെ വിനയമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സെൽവരാജൻ ബിഷപ്പ് എന്നാണ് സൂസോപ്പാക്കിം പിതാവ് ഓർത്തെടുത്തത്. നെയ്യാറ്റിൻകര രൂപതയുടെ പുതിയ സഹായമെത്രാന് ബിഷപ്പ് സെൽവരാജന് MJTVയുടെ പ്രാർത്ഥനാശംസകൾ. ഈശോ ഇനിയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.